ഇപ്പോൾ സാധാരണ പോളിംഗ് ശതമാനം കുറഞ്ഞ LDFനാണ് സാധ്യത കൂടുതൽ വരേണ്ടത്. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ. പോളിംഗ് ശതമാനം കൂടിയാൽ UDFനും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് BJP എന്നൊരു മൂന്നാം ശക്തിയും കൂടെ ഉണ്ട്. പണ്ട് LDF അല്ലെ UDF എന്ന് രണ്ട് ത്രയങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു ഇലക്ഷൻ. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് ഏകദേശം മനസ്സിലാവും. മാത്രമല്ല 5 വർഷം കഴിഞ്ഞ് സർക്കാരും മാറും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആദ്യമായി പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം ലഭിക്കുന്നു 2021. 2026 മാർച്ചിൽ വീണ്ടും ഇലക്ഷൻ വരികയാണ്. BJP എന്നൊരു ഫാക്ടറുകൊണ്ട് നമുക്ക് ആര് ജയിക്കുമെന്ന് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും BJP 6 വോട്ട് പിടിക്കുന്നു. അതനുസരിച്ചാണ് ഒരാളുടെ വിജയവും പരാജയവും. ഇപ്പോൾ BJP കൂടുതൽ കോൺഗ്രസ് വോട്ട് പിടിച്ചാൽ LDFന് വിജയിക്കാം, അല്ലെ LDF വോട്ടുകൾ കൂടുതൽ BJP പിടിച്ചാൽ UDFന് വിജയിക്കാം. പക്ഷേ കൂടുതൽ പിടിക്കുന്നത് UDF വോട്ടുകളാണ് BJP. അതിന് കാരണം LDFന് ഒരു കോർ വോട്ടുണ്ട്. ഇപ്പം മലബാറിലാണെങ്കിലും കണ്ണൂരിലൊക്കെ ആണെങ്കിലും LDFന് കുത്തുന്നത് LDFന് മാത്രമേ കുത്തത്തുള്ളൂ. അവർക്ക് ഏകദേശം ഒരു ഷുവർ സീറ്റ് 20-25 സീറ്റോളം ഉണ്ട്, അല്ലെങ്കിൽ 30 സീറ്റോളം ഉണ്ട്.